ഹായ് ഗായ്സ്, ഇന്നൊരു മീൻ കറി വ്ളോഗാണേ. മീൻ കഴിക്കാൻ ആഗ്രഹം തോന്നി മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അപ്പോഴാണ് മനസ്സിലായി എനിക്ക് മീൻ വെട്ടാൻ അറിയില്ലല്ലോ എന്ന്. അങ്ങനെ തൃശ്ശൂർ കിടക്കാൻ എൻ്റെ അമ്മേനെ വിളിച്ചാണ് ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്തെടുത്തത്. ഇനി എൻ്റെ രീതിയിൽ ഞാൻ മീൻ കറി എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. മീൻ ചട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദാ ഈ ഒരു പാത്രത്തിലാണ് ഇന്ന് കറി വെക്കുന്നത്. അങ്ങനെ ദാ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില സവാളയൊക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ കപ്പയും മാങ്ങ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഞാനിന്ന് മാങ്ങ ഇട്ടാണ് മീൻകറി വെക്കുന്നത്. എനിക്ക് ഈ മാങ്ങ നന്നാക്കുമ്പോൾ പണ്ട് അമ്മ മാങ്ങ നന്നാക്കിയിരുന്നപ്പോൾ ഞാൻ പോയി അടുത്ത് നിൽക്കുക ഈ മാങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ കിട്ടുമായിരുന്നു. ഞാൻ ഉപ്പിൽ മുക്കി തിന്നാണ്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ സവാള സോട്ടായപ്പോഴേക്കും നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതാ കുടംപുളിയുടെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് അരപ്പ് ശരിയാക്കാം. ഇവിടെ തേങ്ങ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളിതാ ഈ ചിരകിയ തേങ്ങയുടെ പാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് അരപ്പ് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാങ്ങയും പിന്നെ ക്ലീൻ ആക്കി വെച്ച ആ ഫിഷും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് താളിക്കാനുള്ള ചെറുള്ളി അരിഞ്ഞെടുക്കാം. ഞാൻ ചെറുള്ളി മാത്രമാണ് ഇടുന്നത്, കടുക് ഓൾറെഡി ആദ്യമേ ഇട്ടത് കൊണ്ട്. അങ്ങനെ അത് താളിച്ച് വെച്ച് കുറച്ച് നേരം ഇത് അടച്ച് വെക്കണം, പിന്നെ ഇളക്കാൻ പാടില്ലെന്ന് പറയും. മീൻ കറി കഴിഞ്ഞെങ്കിലും എനിക്കുള്ള പണിതാ കിടക്കുന്നുണ്ട്. അതെന്താ എളുപ്പമല്ലേ. അപ്പം നമുക്ക് മീൻ കറിയുടെ റിവ്യൂ കേട്ടാലോ.